ഹലോ ഡെലിവറി ഡേറ്റ് ഇങ്ങനെ അടുക്കാറായി. നമ്മുടെ ബേബി വരെ ഇനി കുറച്ച് ഡേയ്സുകൾ മാത്രമേ ഉള്ളൂ. സോ ഇനി മുതൽ എല്ലാ വീക്കിലും ഹോസ്പിറ്റലിൽ പോവേണ്ടതായിട്ടുണ്ട് ഡോക്ടറെ കാണാൻ. അങ്ങനെ ഫയലിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ടാണ് അവിടെ പോകുന്നത്. പോകുന്ന വഴിക്ക് ബ്ലഡ് റിസൾട്ട് കൂടി വാങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ചു. എല്ലാം നോർമലാണ്. എങ്കിലും ഡോക്ടർ കൂടി പറയുന്നവരെ സമാധാനം ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തിരക്ക് കുറവായിരുന്നു. ആ ഹാപ്പിനെസ്സാണ് നിങ്ങൾ ഈ ഫേസിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബേബിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ യൂറിനിൽ ഒരു ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടിട്ട് അവരൊരു പൗഡർ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്ത് തരും, അതും കൂടി കുടിച്ചിട്ടാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെ അത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നല്ല ചൂട് കോഫി വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രമേ ഭംഗി ഉണ്ടായിരുന്നുള്ളൂ, കുടിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അങ്ങനെ പപ്പയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൗഡർ കുടിച്ചാൽ എന്താകും എൻ്റെ സിറ്റുവേഷൻ എന്ന് ആലോചിച്ചിട്ടാണ്. എന്ത് ടേസ്റ്റ് ആയിരിക്കും, എന്നെക്കൊണ്ട് കുടിക്കാൻ കഴിയും എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഓൾറെഡി എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടിയുണ്ട്. അപ്പോൾ ഇതും കൂടി കുടിക്കുമ്പോഴത്തേക്ക് വോമിറ്റ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടും കൂടിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പൗഡർ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാട്ടറിൽ മിക്സ് ചെയ്ത് അവർ പറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചപ്പോഴത്തേക്കും വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചേക്കാളും ബെറ്ററായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ രുചിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ നിന്ന് സദ്യ കഴിക്കുന്നത്. അടിപൊളി സദ്യയായിരുന്നു. പായസമൊക്കെ കൂട്ടി നല്ല ഗംഭീര സദ്യ കഴിച്ചപ്പോഴത്തേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും നല്ല തലവേദനയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.